കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ ആയിട്ടുള്ള സുസുക്കിനെയാണ് കാണിക്കുന്നത്. അവനൊരു മാങ്ങ ആർട്ടിസ്റ്റ് ആണ്, അതായത് കോമിക് ആർട്ടിസ്റ്റ് ആണ്. സുസുക്കി അവന്റെ മാങ്ങ ആർട്ടിസ്റ്റിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നുണ്ട്. അവിടെ തന്നെ അവനൊരു ഭാര്യയുണ്ട്. ഭാര്യയ്ക്ക് അവനോട് വലിയ മൈൻഡൊന്നും ഇല്ല, കാരണം അവൻ മാങ്ങ ആർട്ടിസ്റ്റ് ആയിട്ട് വലുതായിട്ട് പൈസയൊന്നും സമ്പാദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ബഹുമാനമൊന്നും കിട്ടുന്നില്ല. രാത്രി ഭാര്യയൊക്കെ ഉറങ്ങിയതിനു ശേഷം അവനാണെങ്കിൽ അവന്റെ വീട്ടിൽ തന്നെ ഒരു സ്പെഷ്യൽ റൂം ഉണ്ട്. അവിടെ വന്ന് തുറന്നു നോക്കുമ്പോൾ വലിയൊരു തോക്കുണ്ട്. ആ ഒരു തോക്ക് പിടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ തോക്കൊക്കെ പിടിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഭാര്യ അങ്ങോട്ട് വരുന്നത്. അവന് വന്ന് ചീത്ത പറയും. പിറ്റേ ദിവസം തന്നെ അവൻ വരച്ച കോമിക്ക് കാണിക്കാനായിട്ട് ഒരു കമ്പനിയിൽ ചെല്ലുന്നുണ്ട്. ആ കമ്പനിയിൽ ചെന്ന് അവന്റെ കോമിക്ക് കാണിക്കുമ്പോൾ അവർക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ സുസുക്കിയുടെ ആ ഒരു കോമിക്ക് അവർ റിജക്ട് ചെയ്ത് കളയാണ്. സുസുക്കിക്ക് നല്ല വിഷമാവുന്നുണ്ട്, കാരണം അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് വരച്ച കോമിക്കാണ്. അത് അവരെടുത്തതുമില്ല. ഇതിനുശേഷം അവൻ വീട്ടിൽ വരുമ്പോൾ വേറെ പ്രശ്നം, അതായത് അവന്റെ കുറെ അധികം പൈസയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഭാര്യ പറക്കി കളയാണ്. അതായത് ആക്രിക്ക് കൊടുത്ത് പൈസ ഉണ്ടാക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ പറക്കാണ്. സുസുക്കി വന്ന് ഭാര്യനെ പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുമെങ്കിലും നടക്കത്തില്ല. ഭാര്യയെ തോക്കും ലൈസൻസും അതുപോലെ തന്നെ വേറെ കുറെ സാധനങ്ങളും അവന് കിട്ടിയ എന്തൊക്കെയോ ട്രോഫികളും അതെല്ലാം ഭാര്യ പറക്കുന്നുണ്ട്. ഇത് കാണുന്ന സുസുക്കി അവളുടെ ഇരിക്കുന്ന തോക്ക് അങ്ങ് തട്ടിപ്പറിക്കുകയാണ്. എന്നാൽ അവൾക്ക് ദേഷ്യം വന്നിട്ട് അവനെ പിടിച്ചങ്ങ് പുറത്താക്കും. പിന്നീട് അവൻ ആകെ വിഷമിച്ച് അന്നത്തെ രാത്രി ഉറങ്ങാതെ പുറത്താണ് കിടക്കുന്നത്. അതിനുശേഷം പിറ്റേന്ന് അവൻ ജോലിക്ക് പോകുന്നുണ്ട്. ജോലിക്ക് പോകുന്ന നേരത്ത് അവന്റെ കൂടെ തന്നെ കുറച്ചധികം ആൾക്കാരുണ്ട്, ഒരു 2-3 പേര്. അവരാണെങ്കിൽ ആ ഓഫീസിലുള്ള ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ആ ഓഫീസിലെ ബോസിനെയും വെച്ച് പരദൂഷണം പറയുന്നുണ്ട്. അവര് തമ്മിൽ അവിഹിതമാണെന്ന് പറഞ്ഞിട്ട്. കാരണം ബോസിനും ആ പെൺകുട്ടിക്കും ഒരുമിച്ച് പനി പിടിച്ചു. അത് പറഞ്ഞിട്ടാണ് ഇവന്മാർ അവിഹിത കഥ പറഞ്ഞുണ്ടാക്കുന്നത്. അന്നേരമായിരിക്കും ആ ബോസ് അങ്ങോട്ട് വരുന്നത്. ബോസ് ഒന്ന് അവരോട് ജോലിയൊക്കെ ചെയ്തു തീർക്കാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ബോസിന്റെ കണ്ണിൽ എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ. അങ്ങേർക്ക് സാധാ പനിയല്ല പിടിച്ചേക്കുന്നത്, എന്തോ പനിയാണ് പിടിച്ചേക്കുന്നത്. എന്തായാലും ബോസ് വന്നത് കൊണ്ട് തന്നെ ഇവര് പണിയെടുക്കാനായിട്ട് തുടങ്ങുകയാണ്. പിന്നീട് രാത്രിയാകുമ്പോൾ സുസുക്കി ആ ഓഫീസിൽ തന്നെ കിടന്ന് ഉറങ്ങി പോകുന്നുണ്ട്. അവന്റെ ഫോണിന്റെ റിംഗ് ടൂൺ കേട്ടിട്ടാണ് അവൻ ഞെട്ടി എണീക്കുന്നത്. വിളിച്ചത് ഭാര്യയാണ്. പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്തോട്ട് ഇറങ്ങി വരും. ഈ ഇറങ്ങി വരുന്ന നേരത്ത് ആകാശത്തോടെ കുറെ അധികം ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും പറന്നു പോകുന്നുണ്ട്. എന്താന്ന് സുസുക്കിക്ക് മനസ്സിലാവുന്നില്ല. അതുമല്ല ഭാര്യ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം, നിങ്ങളോട് ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടു, ഞാൻ ഉള്ള കാര്യങ്ങളെല്ലാം എടുത്ത് വിൽക്കാനായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ക്ഷമ പറയാണ്. സുസുക്കിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പൊ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. തലേ ദിവസം മൊത്തം അവൻ അവിടെ നിന്ന് പണി ചെയ്തതാണ്. അവന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട എന്തോ ഒരു ഫുഡ് ഐറ്റവും വാങ്ങിച്ചിട്ട് അവൻ നേരെ ആ ഒരു അപ്പാർട്ട്മെന്റിൽ ചെല്ലും. അവിടെ ചെന്ന് ഭാര്യനെ വിളിക്കുകയാണ്. കതവിന്റെ ഇടയിൽ കൂടെ ഭാര്യനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഭാര്യ എന്തോ വല്ലാത്തതുപോലെ ആ ഒരു കട്ടിലിൽ നിന്ന് എണീക്കുകയാണ്. അതായത് ഒരു യക്ഷിയൊക്കെ നടന്നു വരുന്നത് പോലെ. എന്നിട്ട് ഈ കൊട്ടല് കേട്ടിട്ട് ഭാര്യ ഡോറും തകർത്തുകൊണ്ട് പുറത്തോട്ട് വീഴും, അതും സുസുക്കിയുടെ ദേഹത്ത്. ഇത് കണ്ട് സുസുക്കി നല്ല രീതിയിൽ പേടിച്ചു പോകുന്നുണ്ട്. കാരണം അത് ഭാര്യയല്ല, ഭാര്യയുടെ രൂപമെല്ലാം ഒരുപാട് മാറിയിട്ടുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അതുമല്ല ഭാര്യ അവനെ കടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഭാര്യ ഒരു സോംബിയായിട്ട് മാറിയതാണ്. ഈ ഭാര്യ ആണെങ്കിൽ അവനെ പിടിച്ച് അകത്തോട്ട് വലിക്കുന്നുണ്ട്. അവനെ കടിക്കാനായിട്ട് നല്ല കഠിനമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. അവൻ എങ്ങനെയൊക്കെ ഭാര്യനെ തള്ളി മാറ്റാണ്. ഈ തള്ളി മാറ്റുന്ന നേരത്ത് ഭാര്യ ചെന്ന് അവിടെ എന്തോ ഒരു മൂർച്ചയുള്ള സാധനത്തിൽ പോയി വീണിട്ട് ഭാര്യയുടെ കഴുത്ത് മുറിയാണ്. അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട്. ആ സോംബി അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോവാണ്. ഇത് കണ്ട് അവന്റെ കിളി ആകെ പാറും. എന്താണ് ഇവിടെ നടന്നതെന്ന് അവന് കറക്റ്റായിട്ട് അറിയത്തില്ല. നല്ല രീതിയിൽ അവൻ പേടിച്ചു പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അതുമല്ല അവന്റെ കയ്യിൽ അവന്റെ തോക്കുണ്ട്. പിന്നെ ഈ ഒരു ഫൈറ്റിന്റെ ഇടയിൽ, അതായത് ഈ പിടിവലി നടന്നപ്പോൾ അവന്റെ കയ്യിലുള്ള ഫോണൊക്കെ തെറിച്ചു പോയി. ആരെയും വിളിക്കാനായിട്ട് യാതൊരു നിർവാഹവും ഇല്ല. അവൻ ഇപ്പോഴാണെങ്കിൽ ആകെ കിളി പാറി പുറത്തോട്ട് ഇറങ്ങി നടക്കുമ്പോൾ ആൾക്കാർക്ക് കയ്യിലും കാലിലൊക്കെ കടി കൊണ്ടിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. എന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. പിന്നെ അവൻ ജോലി ചെയ്യാനായിട്ട് അവന്റെ ഓഫീസിൽ ചെല്ലും. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഒരു കാര്യം കണ്ടവൻ ഞെട്ടിപ്പോവാണ്. അതായത് ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓഫീസിലുള്ള ആൾക്കാരൊക്കെ അടിച്ച് നശിപ്പിച്ചിട്ടേക്കാണ്, തലയൊക്കെ അടിച്ച് പൊട്ടിച്ചേക്കാണ്. എന്താ സംഭവം എന്നറിയാതെ ഞെട്ടി നിൽക്കുമ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കും, ഇവരെല്ലാവർക്കും എന്തോ ഒരു അസുഖം ബാധിച്ചിട്ട് എല്ലാവരും അയാളെ കടിക്കാനായിട്ട് വന്നു, അതുകൊണ്ട് തന്നെ അവരെല്ലാരും അടിച്ചു കൊന്നു കളഞ്ഞു എന്ന്. അന്നേരമായിരിക്കും അങ്ങോട്ട് ബോസ് കൂടെ വരുന്നത്. ബോസിന് സാധാ പനിയൊന്നും അല്ല പിടിക്കപ്പെട്ടത്, എന്തോ സോംബി വൈറസ് ആണ്. ബോസിനെ അങ്ങേര് വെറുതെ വിടത്തില്ല. പലതവണയായിട്ട് തല്ലി തല തകർത്ത് കൊന്നു കളയാണ്. ഇതൊക്കെ കണ്ട് സുസുക്കിയുടെ കിളി ആകെ പാറി നിൽപ്പുണ്ട്. അതുമല്ല ആ ഒരു മനുഷ്യനാണെങ്കിൽ, അതായത് ഇപ്പൊ ബോസിനെ അടിച്ചു കൊന്ന മനുഷ്യനാണെങ്കിൽ എന്തോ വയ്യാത്തതുപോലെ നിൽക്കുന്നുണ്ട്. സുസുക്കി നോക്കുമ്പോൾ അയാളുടെ കാലില് കടിയേറ്റിട്ടുണ്ട്. അയാൾ എത്രയും പെട്ടെന്ന് തന്നെ സോംബിയായി മാറാനായിട്ട് പോവാണ്. പക്ഷെ അയാൾക്ക് സോംബിയായി മാറാനായിട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ താഴെ കിടന്ന് എന്തോ ഒരു കത്തി പോലത്തെ സംഭവം എടുത്തിട്ട് അങ്ങേറെ കഴുത്തറുത്ത് അങ്ങേര് ചാവുകയാണ്. ഇത് കണ്ട് സുസുക്കിയുടെ കിളി ആകെ പോവും. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അന്നേരമായിരിക്കും മറ്റേ ആ ഒരു പെൺകുട്ടി, പനി പിടിച്ച പെൺകുട്ടി, ആ പെൺകുട്ടി അങ്ങോട്ട് സോംബിയായിട്ട് വരുന്നത്. പെട്ടെന്ന് തന്നെ സുസുക്കി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴോ വീണ്ടും കുറെ അധികം പ്രശ്നങ്ങൾ. ഓരോ സോംബികൾ ഓരോ മനുഷ്യരെ കടിക്കാനായിട്ട് ഓടിക്കുന്നു. അതുപോലെ ആ സിറ്റി എല്ലാം ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. സുസുക്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അവിടെ ഇവിടെയൊക്കെ ചെന്ന് ഇടിച്ചു വീഴുന്നുണ്ട്. സോംബി കടിക്കാൻ വരുന്നുണ്ട്. എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ട് ഒരു ടാക്സിയുടെ അടുത്ത് വരികയാണ്. ടാക്സി തുറക്കാനായിട്ട് പറയുമ്പോൾ ഇതൊന്നും അറിയാതെ ടാക്സി ഡ്രൈവർ ടാക്സി
ടാക്സിക്കകത്ത് കിടന്നുറങ്ങുന്നുണ്ട്. അന്നേരമായിരിക്കും സുസുക്കിയുടെ അടുത്തോട്ട് ഒരു പെൺകുട്ടി കൂടെ ഓടി വരുന്നത്. എന്നാൽ ഇവര് നോക്കി നിൽക്കിയ തന്നെ വേറൊരു മനുഷ്യൻ കൂടെ ടാക്സിയിൽ ഓടി വന്ന് കയറുന്നുണ്ട്. ഇവരും വിടത്തില്ല. ഇവര് മൂന്നുപേരും, അതായത് സുസുക്കിയും അതുപോലെ തന്നെ ആ പെൺകുട്ടിയും ഇപ്പൊ വന്ന ആളും കൂടെ ഒരുമിച്ച് ഒരു ടാക്സിയിൽ കയറുകയാണ്. ആ ഒരു ടാക്സി ഡ്രൈവർ എത്രയും പെട്ടെന്ന് തന്നെ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഇവരുടെ പിന്നാലെ തന്നെ കുറെ അധികം സോംബികളുണ്ട്. പക്ഷെ അവർ വിടത്തില്ല, കാർ എടുത്തിട്ട് പോവാണ്. എന്നാൽ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം കാറിൽ വന്ന് കയറിയ ഒരു മനുഷ്യനില്ലേ, ആ മനുഷ്യൻ എന്തോ ഒരു വല്ലാത്ത പോലെ അങ്ങേർക്ക് സോംബി കടി ഏറ്റിട്ടുണ്ട്. സുസുക്കി നോക്കുമ്പോൾ അത് കാണുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇയാൾ സോംബിയായിട്ട് മാറുന്നുണ്ട്. എന്നിട്ട് ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇയാളുടെ ദേഹത്തു നിന്നെല്ലാം ഒരുപാട് രക്തം പോയിട്ട് ഫ്രണ്ട് ഇരിക്കുന്ന ഡ്രൈവറിന്റെ കയ്യിൽ കടിക്കും ഈ ഒരു മനുഷ്യൻ. പക്ഷെ സുസുക്കി വിടത്തില്ല. സുസുക്കിനെ കടിക്കാനായിട്ട് വരുമ്പോൾ സുസുക്കി എങ്ങനെയെങ്കിലുമൊക്കെ ഇയാളെ ചവിട്ടി പുറത്തോട്ട് ഇടുകയാണ്. പക്ഷെ ഈ സോംബിയും വിടത്തില്ല. സോംബി സുസുക്കിനെ പുറത്തോട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു പെൺകുട്ടിയാണ് സുസുക്കിനെ വണ്ടിയിൽ നിന്ന് വീഴാതെ സഹായിക്കുന്നത്. എങ്ങനെയൊക്കെ സുസുക്കി ആ സോംബിനെ ചവിട്ടി കളഞ്ഞിട്ട് കാറിൽ തിരിച്ചു കയറുന്നുണ്ട്. പക്ഷേ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ടാക്സി ഡ്രൈവറിനാണെങ്കിൽ കടിയേറ്റിട്ടില്ലേ, അങ്ങേരും സോംബിയായിട്ട് മാറുന്നുണ്ട്. എന്നാൽ ചെറിയ ബോധമൊക്കെ ഉണ്ട്. ഈ സോംബികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചെറിയ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ കാണും. അതേപോലെ തന്നെ ഇയാൾക്കറിയാം ഇയാൾ ടാക്സിയാണ് ഓടിക്കുന്നതെന്ന്. പക്ഷെ ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? വണ്ടിയുടെ ആക്സിലേറ്റർ ചവിട്ടി കൂട്ടുകയാണ്. വണ്ടിയുടെ വേഗത ഒരുപാട് കൂടുന്നുണ്ട്. വണ്ടി വേഗതയിൽ പോയിട്ട് അവിടെ ഇവിടേക്ക് ഇടിക്കാനായിട്ട് പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു പെൺകുട്ടിയോട് പിന്നിലോട്ട് മാറാനായിട്ട് പറയാണ്. കാരണം അങ്ങേര് എപ്പോൾ വേണമെങ്കിലും കടിക്കാം. ആ പെൺകുട്ടി പിന്നിലോട്ട് മാറും. സുസുക്കി ആ പെൺകുട്ടിക്ക് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സുസുക്കി ഇടുന്നുണ്ട്. എന്തായാലും സീറ്റ് ബെൽറ്റ് ഇട്ടതും വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് വണ്ടി കൊണ്ടുവച്ച് ആ ഒരു ഡ്രൈവർ ഇടിക്കുന്നുണ്ട്. വലിയൊരു ആക്സിഡന്റ് തന്നെ നടക്കുകയാണ്. എല്ലാവരുടെയും ബോധം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ബോധം വന്ന് നോക്കുമ്പോൾ വണ്ടിക്കകത്ത് ഡ്രൈവറില്ല, അങ്ങേര് എങ്ങോട്ടോ പോയി. പക്ഷെ സുസുക്കിക്ക് കുഴപ്പമൊന്നുമില്ല, അതുപോലെ തന്നെ ആ പെൺകുട്ടിക്കും കുഴപ്പമൊന്നുമില്ല. രണ്ടുപേർക്കും ബോധം വന്നിട്ടുണ്ട്. രണ്ടുപേരും പുറത്തോട്ടിറങ്ങി വരികയാണ്. പുറത്തോട്ടിറങ്ങി വന്ന് നോക്കുമ്പോൾ ഇവരുടെ പിന്നിലായിട്ട് കുറെ അധികം കാറുകൾ ആക്സിഡന്റ് ആയി അങ്ങനെ കിടപ്പുണ്ട്. അന്നേരമായിരിക്കും ആ പെൺകുട്ടിയുടെ ഫോണിൽ എന്തോ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ പെൺകുട്ടി എടുത്ത് നോക്കുമ്പോൾ അതൊരു ആർട്ടിക്കിൾ ആണ്. അതായത് ഒരു സോംബി വൈറസ് ബാധിക്കുന്നുണ്ട്, അത് പിടിക്കപ്പെട്ട സോംബിയായി മാറും, അതുകൊണ്ട് തന്നെ അത് പിടിക്കാൻ നോക്കണം. അതുമല്ല, ഇത് ബാധിക്കപ്പെടാത്ത കുറെ സ്ഥലങ്ങളുണ്ട്. മലമുകളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ സോംബി വൈറസ് ബാധിക്കത്തില്ല. കാരണം അവിടെ ആ ഒരു വൈറസിന് നിലനിൽക്കാനായിട്ട് പറ്റത്തില്ല. എന്താന്ന് വെച്ചാൽ അവിടെ ഓക്സിജൻ കുറവാണ്. അതായത് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണ്. പൊക്കമുള്ള സ്ഥലത്ത് ഓക്സിജൻ കുറവായതുകൊണ്ട് തന്നെ ആ ഒരു ബാക്ടീരിയക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഇവർക്കൊരു ഐഡിയ തോന്നുകയാണ്. അവര് നിൽക്കുന്ന പ്രദേശത്ത് തന്നെ വലിയൊരു മലയുണ്ട്. ആ മലയുടെ മുകളിൽ പോവുകയാണെങ്കിൽ സോംബി വൈറസ് ഏൽക്കത്തില്ല, അതുപോലെ തന്നെ സോംബി വൈറസ് പിടിച്ച ആൾക്കാരും കാണത്തില്ല. അതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ട് പോകാൻ തീരുമാനിക്കും. എന്തായാലും രാത്രിയാവുന്ന നേരത്ത് അവരൊരു വെൻഡിങ് മെഷീൻ കണ്ടുപിടിച്ചിട്ട് അത് അടിച്ച് തകർത്തിട്ട് അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതും എടുത്തിട്ട് ഒരു വീട് പോലത്തെ സ്ഥലത്ത് പോവാണ്. അവിടെ പോയിട്ട് രണ്ടുപേരും കൂടെ ആ ഒരു ഭക്ഷണ സാധനം പങ്കിട്ട് കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയുടെ പേര് ഹിരോമി എന്നാണ്. ഹിരോമിയുടെ ഒരു MP3 പ്ലെയർ ഉണ്ട്. ആ ഒരു MP3 പ്ലെയറിലുള്ള പാട്ട് നമ്മുടെ സുസുക്കിക്കും അവൾ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. രണ്ടുപേരും അത്യാവശ്യം നല്ല കമ്പനി ആവുന്നുണ്ട്. ഒറ്റയ്ക്കായതല്ലേ. അതുപോലെ സുസുക്കിയുടെ അവന്റെ തോക്കുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നതാണ്. എന്തായാലും ആവശ്യം വരും. കുറെ അധികം സോംബികളുണ്ട്. അന്നത്തെ രാത്രി അവർ രണ്ടുപേരും കൂടെ കിടന്നുറങ്ങാണ്. പിറ്റേന്ന് സുസുക്കിക്ക് ബോധം വന്ന് നോക്കുമ്പോൾ അവളാണെങ്കിൽ അവന്റെ തോളത്താണ് കിടന്നുറങ്ങുന്നത്. സുസുക്കിക്ക് അതുപോലെ തന്നെ അവളോട് ചെറിയ രീതിയിൽ പ്രണയമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഒരു ഭാര്യയുള്ള മനുഷ്യനാണ്, ഭാര്യ മരണപ്പെട്ടു പോയി. എന്തായാലും ആ പെൺകുട്ടിയോട് ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അവളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവളുടെ കഴുത്തിൽ എന്തോ ഉള്ളത് പോലെ അവന് തോന്നുന്നത്. സൂക്ഷിച്ച് നോക്കുമ്പോൾ അത് സോംബി വൈറസ് ഏറ്റതാണ്. അവൻ പെട്ടെന്ന് തന്നെ പേടിച്ച് മാറിയിട്ട് തോക്കെടുത്ത് അവൾക്ക് നേരെ ചൂണ്ടും. അവളും പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റിട്ട് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ അവള് പറഞ്ഞു കൊടുക്കും അവളെ ഒരു കുഞ്ഞ് കടിച്ചതാണെന്നുള്ള കാര്യം. അതായത് ജനിച്ചു വീണ ഒരു കുഞ്ഞ്, അതിനെ കാണാൻ പോയപ്പോൾ അത് കഴുത്തിൽ കടിച്ചതാണെന്ന്. പക്ഷെ അത് സോംബിയൊന്നും അല്ലായിരുന്നു. ഇത് കേൾക്കുന്ന സുസുക്കി വിചാരിക്കും അവളെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല, കുറെ ദിവസമായി കടിയേറ്റിട്ട്, ഏകദേശം 2 ദിവസമായി കടിയേറ്റിട്ട്, ഇതുവരെ അവള് സോംബിയായിട്ട് മാറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവളെ കൊല്ലേണ്ട കാര്യമില്ല എന്ന് സുസുക്കി വിചാരിക്കുകയാണ്. രണ്ടുപേരും കൂടെ അവിടെ നിന്ന് യാത്ര തിരിക്കും മലമുകളിലോട്ട്. സുസുക്കി ഇപ്പൊ അവളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അവരങ്ങനെ നടന്നു പോകുമ്പോൾ ഹിരോമിക്ക് നല്ല രീതിയിൽ ക്ഷീണാവുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുക്കുകയാണ്. അന്നേരമായിരിക്കും ഹിരോമി അവളുടെ കയ്യിലിരിക്കുന്ന MP3 പ്ലെയർ എടുത്ത് സുസുക്കിയുടെ കൊടുക്കുന്നത്. അവൾ എന്തായാലും സോംബിയായിട്ട് മാറുമെന്ന് അവൾക്ക് മനസ്സിലായി. കാരണം അവളുടെ ശരീരത്ത് മാറ്റങ്ങൾ വന്നു തുടങ്ങി. പെട്ടെന്നായിരിക്കും അവൾ സോംബിയായിട്ട് മാറുന്നത്. ഇത് കണ്ട് പേടിച്ചിട്ട് സുസുക്കി ആണെങ്കിൽ അവന്റെ തോക്കും എടുത്ത് സാധനങ്ങൾ എടുത്തിട്ട് അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങുകയാണ്. അവൻ ആ പെൺകുട്ടീനെ കൊല്ലാനായിട്ട് യാതൊരു മനസ്സും വരുന്നില്ല. എന്തായാലും അവൻ കുറെ ദൂരം ഓടുമ്പോൾ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. സഹായിക്കണേന്ന് പറഞ്ഞ് അടുത്തോട്ട് ചെല്ലുമ്പോഴായിരിക്കും അതും ഒരു സോംബിയാണ്. അത് വന്ന് സുസുക്കിനെ ആക്രമിക്കാനായിട്ട് തുടങ്ങും. അത് ആക്രമിക്കുന്ന നേരത്ത് ഇവൻ എന്തായാലും കടി കിട്ടുമെന്ന് അവന് മനസ്സിലായി. അവൻ കീഴടങ്ങാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ആ സോംബിനെ എന്തോ വന്ന് ആക്രമിക്കുന്നത്. അത് മറ്റാരുമല്ല, ഹിരോമിയാണ്. ഹിരോമിക്ക് മറ്റേ സോംബി കടി ഏറ്റതോടെ അവള് ഫുള്ളായിട്ട് സോംബി ആയിട്ടില്ല. പക്ഷെ അവൾക്ക് ബോധമുണ്ട്. കടിക്കുന്ന സോംബിയല്ല, സൂപ്പർ പവർ പോലെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സോംബിനെ അവൾ അടിച്ചു കൊന്നുകളയാണ്. അതുമല്ല അതിന്റെ തല വലിച്ചു കീറിയെടുക്കുന്നുണ്ട്, കയ്യും വലിച്ചു കീറിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് സുസുക്കി പേടിച്ചിരിക്കുമ്പോൾ ആ ഒരു സോംബിനെ കൊന്നതിന് ശേഷം ഹിരോമി അവന്റെ അടുത്ത് ചെന്ന് അവനെ പിടിച്ചെണീപ്പിക്കുകയാണ്. അവനും ഇപ്പൊ ഹിരോമിനെ വിശ്വാസം വന്നിട്ടുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ കുറച്ചധികം വേസ്റ്റ് ഉള്ള സ്ഥലത്ത് പോയിട്ട് കഴിക്കാൻ വല്ലതും കിട്ടുമെന്ന് നോക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെ കിട്ടുന്നുണ്ട്. അത് ഹിരോമി
ഹിരോമിക്ക് സുസുക്കി എടുത്ത് കൊടുക്കുമ്പോൾ ഹിരോമി അത് തട്ടിക്കളയാണ്. ഒരു ടിൻ ഫിഷ് ആണ്. എന്നാൽ അവിടെ നിന്ന് ക്യാറ്റ് ഫുഡ് കിട്ടുന്നുണ്ട്. അത് സുസുക്കി എടുത്ത് ഹിരോമിക്ക് കൊടുക്കുമ്പോൾ അത് അവൾ ആർത്തിയോടെ കഴിക്കുകയാണ്. ഇത്ര ടേസ്റ്റ് എന്താണെന്ന് അറിയാനായിട്ട് സുസുക്കി കൂടെ കഴിച്ചു നോക്കുമ്പോൾ അവനും ഇഷ്ടപ്പെടും. നല്ല രീതിയിൽ വിശക്കുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ അത് കഴിക്കുകയാണ്. അതുപോലെ തന്നെ ഹിരോമി സോംബി ആണെങ്കിലും അവൾക്ക് ചെറിയ രീതിയിലൊക്കെ ബോധമുണ്ട്. അവള് സാധാരണ സോംബികളെ പോലെ അല്ല. അതുകൊണ്ട് തന്നെ അവള് സുസുക്കിനെ ആക്രമിക്കുന്നൊന്നുമില്ല. പിന്നീട് അവർ മലമുകളിലോട്ട് കുറെ അധികം ദിവസം യാത്ര തിരിക്കുകയാണ്. അതായത് കുറെ ദിവസം അങ്ങനെ കടന്നു പോകുന്നുണ്ട്. അവരങ്ങനെ സർവൈവും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കിട്ടുന്നുണ്ട്. കുറെ മലമുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ ഹിരോമിക്ക് വയ്യാത്തത് പോലെ ആവുകയാണ്. കാരണം അവൾക്ക് സോംബി കടി ഏറ്റിട്ടുണ്ട്. അവളെ ചുമന്നുകൊണ്ട് സുസുക്കി നടന്ന് കയറി ചെല്ലും. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു റോഡ് കാണുന്നുണ്ട്. ആ റോഡിൽ തന്നെ ഒരു ട്രോളിയും കിടപ്പുണ്ട്. ട്രോളിക്കകത്ത് തന്നെ വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് അറിയാനായിട്ട് ചെന്ന് നോക്കുമ്പോൾ എല്ലാ ആഹാര സാധനമാണ്. പക്ഷേ പാക്കറ്റ് മാത്രമേ ഉള്ളൂ. തപ്പി നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. എന്തായാലും പോട്ടെ എന്ന് വിചാരിച്ചിട്ട് സുസുക്കി ഹിരോമിനെ അതിൽ കിടത്തിയിട്ട് അവളെ തള്ളിക്കൊണ്ട് പോവാണ്. നേരെ തള്ളി കുറെ ആൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തൊക്കെ ചെല്ലും. അതായത് ഒരു മ്യൂസിയം പോലെ അല്ലെങ്കിൽ ഒരു പാർക്ക് പോലത്തെ സ്ഥലമാണ്, ഒരു ടൗൺ. അവിടെ ചെല്ലുമ്പോൾ കുറെ അധികം സോംബികൾ ചത്ത് കിടപ്പുണ്ട്. ചില മനുഷ്യർ തീയിട്ട് ചത്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് സുസുക്കി അവളെയും തള്ളിക്കൊണ്ട് ഒരു ഡ്രസ്സ് കടയിൽ ചെല്ലുകയാണ്. അവിടുത്തെ ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ട് നോക്കുന്നുണ്ട്. എന്തായാലും ഫ്രീ അല്ലേ, പൈസയൊന്നും കൊടുക്കണ്ട. അതുകൊണ്ട് തന്നെ ഏറ്റവും വില കൂടിയ സാധനങ്ങൾ തന്നെ എടുത്തിടുന്നുണ്ട്. അന്നേരമായിരിക്കും ഒരു സോംബി അങ്ങോട്ട് വന്നിട്ട് സുസുക്കിനെ ആക്രമിക്കാനായിട്ട് തുടങ്ങുന്നത്. സുസുക്കി നല്ല രീതിയിൽ പേടിച്ചു പോകുന്നുണ്ട്. സോംബിനെ എതിർത്ത് നിൽക്കാനായിട്ട് നോക്കുമെങ്കിലും നടക്കുന്നില്ല. അതുപോലെ തന്നെ ഹിരോമി നല്ല ഉറക്കത്തിലാണ്. അവൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവളിത് അറിയുന്നില്ല. പെട്ടെന്നായിരിക്കും ആ ഒരു സോംബിയുടെ തലയിൽ എന്തോ വന്ന് അടികൊള്ളുന്നത്. അത് മറ്റാരുമല്ല, വേറെ ഏതോ ഒരു പെൺകുട്ടിയാണ്. അവൾ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അവൾ വന്നിട്ട് ആ സോംബിനെ കൊന്നു കളയുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കുറെ ആൾക്കാരും അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ കൂടെ ഉള്ള ആൾക്കാരാണ്. അവരെല്ലാരും കൂടെ വന്നിട്ട് ഹിരോമിനെയും അതുപോലെ തന്നെ സുസുക്കിനെയും അവരുടെ കൂടെ ചെല്ലാനായിട്ട് പറയും. ഇവർ രണ്ടുപേരും കൂടെ അവരുടെ പിന്നാലെ ചെല്ലുകയാണ്. അതുപോലെ തന്നെ ഹിരോമി അവരൊരു സോംബി ആയിട്ട് തെറ്റിദ്ധരിച്ചിട്ടില്ല. കാരണം സോംബികൾ ഉറങ്ങാറില്ല. എന്നാൽ ഹിരോമി എപ്പോഴും ഉറക്കമല്ലേ, അതുകൊണ്ട് തന്നെ തെറ്റിദ്ധരിച്ചിട്ടുമില്ല. സോംബി ആണെന്ന് വല്ലതും അറിയുകയാണെങ്കിൽ ഹിരോമിനെ എന്തായാലും അവർ കൊന്നുകളയും. ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മുടെ സുസുക്കി അത് ഒളിപ്പിച്ചു വെക്കുകയാണ്. എങ്ങനെയാണെന്നല്ലേ, ഹിരോമിയുടെ കണ്ണുകളിൽ അവൾ സോംബി ആണെന്ന് അറിയാനായിട്ട് പറ്റും. അതൊരു തുണി എടുത്ത് മറച്ച് കെട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് സുസുക്കി അവളെയും കൊണ്ട് അവരുടെ പിന്നാലെ പോവാണ്. ഇവരങ്ങനെ ചെല്ലുമ്പോൾ കുറെ അധികം സോംബികൾ അവരെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ അടിച്ചു തോൽപ്പിച്ചിട്ട് ഇവരെല്ലാരും കൂടെ അങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നൊരു ഘട്ടം എത്തുമ്പോൾ കുറെ അധികം മനുഷ്യർ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ട് പാത്രം ഇട്ട് കൊട്ടി ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഈ ശബ്ദം കേട്ടത് ഈ സോംബികൾ അവരെ ആക്രമിക്കാതെ ആ ശബ്ദം കെട്ടെടുത്തോട്ട് പോവാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റി. ഇവരെല്ലാരും കൂടെ ഇവരുടെ ഒളിത്താവളത്തിൽ ചെല്ലും. അവിടെ ചെന്ന് കൊട്ടുമ്പോൾ അവർ ഡോറ് തുറന്നു കൊടുക്കുകയാണ്. എല്ലാരും കൂടെ അകത്തോട്ട് കയറിപ്പോവും. സുസുക്കിയുണ്ട്, അതുപോലെ തന്നെ ഹിരോമിയുണ്ട്. ഹിരോമിക്ക് ബോധമില്ല കേട്ടോ. ഇപ്പൊ സുസുക്കി ആണെങ്കിൽ അവൾ എങ്ങനെയെങ്കിലുമൊക്കെ ചുമന്ന് അവന്റെ മുതുകത്തിട്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളിലോട്ട് കയറി ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ താമസിക്കുന്ന വേറെ കുറെ മനുഷ്യരും ഉണ്ട് കേട്ടോ. എന്തായാലും അവരെയൊക്കെ നോക്കിയതിനു ശേഷം ഒരു മനുഷ്യനാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. സുസുക്കിയുടെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് സുസുക്കിനെയും വിളിച്ചൊരു സ്ഥലത്ത് ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് സുസുക്കിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന മനുഷ്യന്റെ കയ്യിൽ നോക്കുമ്പോൾ ഒരു വാച്ച് കാണുന്നുണ്ട്. അത് സുസുക്കി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അയാളാണെങ്കിൽ കുറെ അധികം വാച്ച് കൊണ്ടുവന്ന് സുസുക്കിക്ക് കൊടുക്കുകയാണ്. കാരണം ഈ ഒരു വാച്ചിനൊന്നും യാതൊരു വിലയില്ല. എല്ലാവരും സോംബികളായി മാറി. എന്തായാലും അതുപോലെ തന്നെ സുസുക്കിനെ വിളിച്ചുകൊണ്ട് വന്ന ആ ഒരു മനുഷ്യനില്ലേ, ആ ഒരു മനുഷ്യന് സുസുക്കിയുടെ തോക്കിനെ പറ്റി അറിയാം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ ആയിട്ടുള്ളതാണെന്ന്. എന്തായാലും അതിനെയൊക്കെ പറ്റി സുസുക്കിയോട് ചോദിക്കുന്നുണ്ട്. സുസുക്കിയും പറയുന്നുണ്ട് അവന് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാനായിട്ടും അറിയാം. അതുപോലെ തന്നെ അത് വർക്കാവുന്ന തോക്കുവാണെന്ന്. പിന്നീട് അന്ന് രാത്രി സുസുക്കി ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ നേരത്തെ അവനെ രക്ഷിച്ച ആ പെൺകുട്ടി അങ്ങോട്ട് വരുന്നുണ്ട്. അതൊരു നേഴ്സാണ് കേട്ടോ. എന്തായാലും രണ്ടുപേരും കൂടെ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ആ ഒരു സംസാരത്തിൽ ആ ഒരു നേഴ്സിനും മനസ്സിലാവുന്നുണ്ട്. അതായത് ഹിരോമി നമ്മുടെ സുസുക്കിയുടെ പെങ്ങളോ അല്ലെങ്കിൽ കസിനോ ഭാര്യയോ ഗേൾഫ്രണ്ടോ ഒന്നുമല്ല, വന്ന വഴിക്ക് വെച്ച് കണ്ടുമുട്ടിയ ഒരു പെൺകുട്ടിയാണെന്ന്. ആ പെൺകുട്ടിയെ നല്ല രീതിയിലല്ലേ നമ്മുടെ സുസുക്കി നോക്കുന്നത്. അവളെ സോംബികൾക്കൊന്നും വിട്ടുകൊടുത്തില്ലല്ലോ. എന്തായാലും ആ ഒരു സന്തോഷത്തില്, ഇങ്ങനെ നല്ല മനുഷ്യരുണ്ടെന്നുള്ള സന്തോഷത്തില് നേഴ്സ് ചാടി എണീക്കുകയാണ്. എന്നിട്ട് താഴെ നിൽക്കുന്ന സോംബികളെ തെറി പറയും. ചെന്ന് താഴെങ്ങാണം വീഴുവാണെങ്കിൽ തീരുമാനവും. അതും കമ്പിക്ക് പുറത്ത് കാലിട്ടിട്ടാണ് നിൽക്കുന്നത്. സുസുക്കിക്ക് നല്ല പേടിയുണ്ട്, എന്നാൽ നേഴ്സിന് വലിയ പേടിയൊന്നുമില്ല. ഇത് സ്ഥിരം കാണുന്ന കാഴ്ചയല്ലേ. പിറ്റേ ദിവസം ആകുമ്പോൾ സുസുക്കി ഹിരോമിയുടെ അടുത്തിരുന്ന് അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ്. അന്നേരം സുസുക്കി ചുമ്മാ പാട്ട് പാടുകയാണ്. ആ ഒരു MP3 കേട്ട പാട്ട്. ആ പാട്ട് പാടുന്നത് കേൾക്കുമ്പോൾ ഹിരോമിക്ക് അവളുടെ ഓർമ്മ തിരിച്ചു കിട്ടുന്നുണ്ട്. അവൾ സുസുക്കിയോട് മിണ്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഹിരോമിനെ നോക്കിയതിനു ശേഷം സുസുക്കി ഒരു സ്ഥലത്ത് പോയി നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കുമ്പോൾ താഴെയുള്ള കുറെ അധികം സോംബികളെ കാണാം. ഓരോ സോംബികളും ഓരോ ടൈപ്പാണ്. ഈ സോംബികൾക്ക് ചെറിയൊരു ബോധം ഉണ്ട് കേട്ടോ. അവിടെ തന്നെ അത്ലറ്റിക് ആയിട്ടുള്ള ഒരു സോംബി ഉണ്ട്. ആ സോംബി ആണെങ്കിൽ ആകാശത്തോട്ടെടുത്ത് ചാടിയിട്ട് താഴെ മറിഞ്ഞു വീഴും. തലയൊക്കെ ഇടിച്ചിട്ടാണ് വീഴുന്നത്. അതുപോലെ വേറൊരു സോംബി ഉണ്ട്. ആ സോംബി ആണെങ്കിൽ ഒരു കടയുടെ അടുത്ത് പോയി നിന്നിട്ട് അത് തുറക്കാനായിട്ട് നോക്കുകയാണ്. ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന സുസുക്കിയുടെ അടുത്തോട്ട് വാച്ച് കൊടുത്ത മനുഷ്യൻ വന്നിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു കൊടുക്കും. മറ്റേത് അത്ലറ്റിക് ആയിട്ടുള്ള ഒരു സോംബിയാണ്. അതായത് ഓടയും ചാടയും മറിയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ ഒരു ബോധം ഉള്ളത് കൊണ്ടാണ് ആ സോംബി അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മറ്റേ ആ ഒരു പെൺകുട്ടി, ഡോറ് തുറക്കാനായിട്ട് ശ്രമിക്കുന്ന പെൺകുട്ടി, ഈ വാച്ച് കൊടുത്ത ആളിന്റെ ഭാര്യയാണ്. ഭാര്യയ്ക്ക് എപ്പോഴും ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞാൽ
പറഞ്ഞാൽ ഭയങ്കര ക്രേസ് ആയിരുന്നു. അങ്ങനെ അതേപോലെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അയാളെ സമാധാനിപ്പിക്കുന്നുണ്ട് സുസുക്കി. പക്ഷെ അയാൾക്ക് വലിയ വിഷമമൊന്നുമില്ല. ഇത് കണ്ട് കണ്ട് പരിചയമായി. പിന്നീട് സുസുക്കിയും ഈ മനുഷ്യനും പിന്നെ വേറെ കുറെ ആൾക്കാരും കൂടെ ഒത്തുകൂടുന്നുണ്ട്. അതായത് ഇവിടെ ഇനി ഫുഡ് ഇല്ലാതെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ ഫുഡുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഇവർക്ക് ഫുഡ് എടുത്തുകൊണ്ട് വരാനായിട്ട് സാധിക്കും. കുറെ അധികം ഫുഡുണ്ട്. എന്നാൽ അത് എടുക്കാനായിട്ട് പോകണമെങ്കിൽ സുസുക്കിയുടെ തോക്ക് കൊടുക്കണമെന്ന് നേരത്തെ സുസുക്കിനെ വിളിച്ചോണ്ട് വന്ന ആ ഒരു മനുഷ്യൻ പറയുന്നുണ്ട്. എന്നാൽ സുസുക്കി പറയും ഞാനും കൂടെ വരാം, പക്ഷെ തോക്ക് തരാനായിട്ട് പറ്റത്തില്ല എന്ന്. എന്നാൽ ആ ഒരു മനുഷ്യനാണെങ്കിൽ സുസുക്കിനെ വിരട്ടാണ്. കാരണം മറ്റേ പെൺകുട്ടീനെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടത്, നമ്മുടെ ഹിരോമീനെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തോക്ക് തരാതെ നിങ്ങളെ വിടത്തില്ല എന്ന് പറയും. നമ്മുടെ സുസുക്കിക്ക് മനസ്സിലായി ഇത് വില്ലനാണെന്നുള്ള കാര്യം. എത്രയും പെട്ടെന്ന് തന്നെ സുസുക്കി അവന്റെ തോക്കും എടുത്തിട്ട് പുറത്തോട്ടിറങ്ങി ഓടും. അവനെ പിടിക്കാനായിട്ട് നോക്കുമെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് സാധിക്കുന്നില്ല. സുസുക്കി പുറത്തു വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നതെന്ന് അറിയാമോ? ഹിരോമീനെ ആൾക്കാർ പിടിച്ചോണ്ട് പോകാനായിട്ട് നോക്കുമ്പോൾ ആ നേഴ്സ് സമ്മതിക്കുന്നില്ല. അവരെല്ലാരും എതിർത്ത് നിൽക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷെ അവന്മാര് നേഴ്സിനെ പിടിച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. എന്നിട്ട് ഹിരോമീനെ പിടിച്ചോണ്ട് പോകാനായിട്ട് നിൽക്കുമ്പോൾ സുസുക്കി തോക്കെടുത്ത് കാണിക്കും. പക്ഷെ അവർക്ക് നന്നായിട്ട് അറിയാം സുസുക്കി ഒരു പാവം മനുഷ്യനാണ്, ആരെ ഷൂട്ട് ചെയ്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യടാന്ന് പറയും. അന്നേരമായിരിക്കും ആ ഒരു മനുഷ്യനോട് അങ്ങോട്ട് വരുന്നത്. ആരാന്നറിയോ? സുസുക്കിനെ വിളിച്ചോണ്ട് വന്ന മനുഷ്യൻ. നമുക്ക് അവന് വില്ലൻ എന്ന് പേര് കൊടുക്കാം. അവൻ വില്ലൻ തന്നെയാണ്. അവൻ ഒരു ആരോ ഷൂട്ടർ എടുത്തോണ്ടാണ് വന്നേക്കുന്നത്. അത് കൊണ്ടുവന്നിട്ട് സുസുക്കിയുടെ നേരെ ചൂണ്ടും. നിന്നെ എനിക്ക് കൊല്ലാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഹിരോമിക്ക് നേരെ ചൂണ്ടാണ്. എന്നാൽ ഇത് കാണുന്ന ഹിരോമിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൾക്ക് ബോധം വന്നിട്ടുണ്ട്. അവളുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ അവൾ ഉപദ്രവിക്കും. അവൾക്ക് നല്ല പവർ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും തള്ളി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ കണ്ണിൽ കെട്ടിരുന്ന തുണി അഴിഞ്ഞു പോവാണ്. അത് അഴിഞ്ഞു പോയതോടെ ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലായി അവൾ സോംബിയാണെന്ന്. എത്രയും പെട്ടെന്ന് തന്നെ വില്ലൻ ആ ഒരു ഷൂട്ടർ എടുത്ത് അവളുടെ കണ്ണിലോട്ട് ഷൂട്ട് ചെയ്യാണ്. എന്നാൽ കണ്ണിൽ കൊള്ളുന്നില്ല, പകരം അവളുടെ തലയിൽ പോയി തറച്ചു നിൽക്കുകയാണ്. ഉടനടി അവൾ മരണപ്പെട്ട് താഴെ വീഴാണ്. ഇത് കാണുന്ന സുസുക്കി ആകെ തകർന്ന് നിൽക്കുമ്പോൾ അവന്റെ പിന്നിലൂടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് അവന്റെ കയ്യിലിരിക്കുന്ന തോക്ക് തട്ടിപ്പറിക്കുകയാണ്. എന്നിട്ട് സുസുക്കിനെ പിടിച്ചോണ്ട് വന്നിട്ട് പൊതിരെ ഒരു സ്ഥലത്തിട്ട് ചവിട്ടി കൂട്ടുന്നുണ്ട്. അവിടെ തന്നെ വില്ലനും വേറെ കുറച്ച് ആൾക്കാരും ഉണ്ട്. അങ്ങോട്ടൊരു മുടിയൻ വരുന്നുണ്ട്. ആ മുടിയനും അതുപോലെ തന്നെ വില്ലനുമായിട്ട് വഴക്കാവുന്നുണ്ട്. വില്ലന്റെ കയ്യിലിരിക്കുന്ന ആരോ ഷൂട്ടർ വേണമെന്ന് പറഞ്ഞിട്ട് മുടിയൻ വഴക്കുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വില്ലന്റെ ആൾക്കാരെ എല്ലാവരും മുടിയൻ കൈവശത്താക്കി. എന്നിട്ട് വില്ലൻ അങ്ങ് ഒറ്റപ്പെടുത്താണ്. വില്ലന്റെ കയ്യിലിരിക്കുന്ന ആരോ ഷൂട്ടറും തട്ടിപ്പറിച്ച് വില്ലൻ അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. ആ സ്ഥലത്തു നിന്നല്ല, അവര് കൂട്ടായ്മ നടത്തുന്ന, അതായത് പ്ലാൻ ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഇറക്കി വിടുകയാണ്. പിന്നീട് സുസുക്കി ആണെങ്കിൽ ആകെ വിഷമിച്ച് പുറത്തോട്ടിറങ്ങി വരുമ്പോൾ ആ നേഴ്സിനെ കാണുന്നുണ്ട്. നേഴ്സിന്റെ അടുത്ത് ആകെ കരയുന്ന രീതിയിൽ ചെല്ലുമ്പോൾ നേഴ്സ് അവനെ വിളിച്ചുകൊണ്ടൊരു സ്ഥലത്ത് ചെല്ലുകയാണ്, ഒരു ടെന്റിന്റെ ഭാഗത്ത്. അവിടെ നമ്മുടെ ഹിരോമി മരണപ്പെട്ടിട്ടില്ല. അവൾ അവിടെ ശുശ്രൂഷിച്ച് കിടത്തിയിട്ടുണ്ട്. അവൾക്ക് ആ ഒരു സോംബി പവർ ഉള്ളത് കൊണ്ട് തന്നെ അവൾ ചത്തിട്ടില്ല, അതായത് മരണപ്പെട്ടിട്ടില്ല. അവൾക്ക് ജീവനുണ്ടെന്ന് നേഴ്സ് വിളിച്ചുകൊണ്ട് വന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിനുശേഷം സുസുക്കിയും അതുപോലെ തന്നെ ബാക്കി കുറെ ആൾക്കാരും കൂടെ ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അവർക്ക് ആ ഫുഡ് എടുക്കാനായിട്ട് പോകണ്ടേ. സുസുക്കിയും കൂടെ പോയേ പറ്റൂ, തോക്ക് കൊടുത്താലും പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്ന എല്ലാ ആണുങ്ങളും കൂടെ ഫുഡ് കണ്ടെത്താനായിട്ട് പോവാണ്. ഈ സോംബികൾ അവരുടെ പിന്നാലെ വരാനായിട്ട് നേരത്തെ ആ മനുഷ്യർ മുകളിൽ നിന്ന് കൊട്ടിയതുപോലെ അവരവിടെ നിന്ന് കൊട്ടും. ആ ഒരു ശ്രദ്ധയിൽ സോംബികൾ തിരിഞ്ഞു പോകുമ്പോൾ ഇവർ ആ ഓടി ബിൽഡിങ്ങിൽ വരുന്നുണ്ട്. ഇവർ ബിൽഡിങ്ങിൽ വരുമ്പോൾ അവിടെ മൊത്തം ഇരുട്ടാണ്. അതുമല്ല, മുടിയനാണ് ഇപ്പൊ എല്ലാവരുടെയും ലീഡർ. പക്ഷേ അത് വില്ലൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വില്ലൻ ഇവരാരും അറിയാതെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് തെറ്റി മാറുന്നുണ്ട്. അവൻ മാറിയതും പെട്ടെന്ന് തന്നെ കറണ്ട് വരികയാണ്. അവിടെ എല്ലാം ലൈറ്റ് കത്താണ്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ആ ഫുഡൊക്കെ ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ അങ്ങോട്ട് ഓടിച്ചെല്ലാണ്. കൂടെ തന്നെ സുസുക്കിയുണ്ട്. എന്നാൽ ഇവരാരും അറിയാത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ ലൈറ്റ് വരാനായിട്ടുള്ള കാരണം വില്ലനാണ്. കാരണം വില്ലൻ CCTV റൂമിൽ പോയിട്ടാണ് ഈ പരിപാടി ഒപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെ CCTV വെച്ച് നിരീക്ഷിക്കുന്നുമുണ്ട്. അതുപോലെ ഈ വില്ലൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ പാട്ടിടാനായിട്ടുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പാട്ടിടുകയാണ്. നല്ല ശബ്ദത്തിൽ പാട്ടിടുന്നുണ്ട്. അന്നൊരു വോളിയം കൂട്ടി വെക്കുന്നുണ്ട്. ഇപ്പൊ അവന്മാര് നിൽക്കുന്ന റൂമിൽ നിന്നാണല്ലോ പാട്ട് കേൾക്കുന്നത്. ഫുഡുള്ള റൂമിൽ നിന്നാണ് പാട്ട് കേൾക്കുന്നത്. ഉടനടി പുറത്തു നിന്ന് സോംബികളൊക്കെ ആണെങ്കിൽ ഈ ശബ്ദം കേട്ടിട്ട് ആ ഒരു ബിൽഡിങ്ങിലോട്ട് ഓടി ചെല്ലുകയാണ്. അതുപോലെ അവരെ കുറെ അധികം സോംബികൾ വന്ന് ആക്രമിക്കുന്നുണ്ട്. കുറെ അധികം ആൾക്കാരെ കടിക്കുന്നുണ്ട്. പല ആൾക്കാരും പേടിച്ചോടുന്നുണ്ട്. ഈ നേരം കൊണ്ട് സുസുക്കി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? അവിടെ തന്നെ കുറച്ചധികം അലമാരകൾ ഉണ്ടായിരുന്നു. ആ അലമാരയിൽ കയറി ഒളിഞ്ഞിരിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മൾ നേരത്തെ ഒരു അത്ലറ്റിക് ആയിട്ടുള്ള സോംബിനെ കണ്ടില്ലേ? അവനാണെങ്കിൽ യാതൊരു ബോധവും ഇല്ലാതെ അങ്ങനെ ചാടുകയാണ്. ഇപ്രാവശ്യം അവന്റെ ചാട്ടം വെറുതെ ആയില്ല. അവൻ എങ്ങനെയൊക്കെ ചാടി എല്ലാരും താമസിക്കുന്ന സേഫ് ആയിട്ടുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ വന്ന് വീഴുകയാണ്. എന്നിട്ട് അവിടെ ഉള്ള ഒരു പെൺകുട്ടീനെ ആക്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊന്നും അറിയാതൊരു പെൺകുട്ടി അവിടെ വന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടീനെ കടിച്ചു കീറി ഇട്ടേക്കുന്നു. ഇത് കണ്ട് പേടിച്ച് പിന്നിലോട്ട് നടക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ പിന്നിലായിട്ട് ആ സോംബി നിൽക്കുന്നു. അവൾ ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുമെങ്കിലും സോംബി വിടത്തില്ല. അവളുടെ തല തല്ലി പൊളിച്ചിട്ട് അത് കടിച്ച് മുറിച്ചെടുക്കുകയാണ്. ഇതേ നേരം ബിൽഡിങ്ങിനുള്ളിൽ കുറെ അധികം ആൾക്കാർ ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. മുടിയനും അതുപോലെ തന്നെ വാച്ച് കൊടുത്ത മനുഷ്യനും എല്ലാവരും ഉണ്ട്. ഇവർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഗേറ്റ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കാണ്. അത് തുറന്നത് മറ്റാരുമല്ല, വില്ലനാണ്. അങ്ങനെ അതുവഴിയും കുറെ അധികം സോംബികൾ വരുന്നുണ്ട്. ഇവർക്ക് മനസ്സിലായി ഇവരുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. ഇതേ നേരം സുസുക്കി അലമാരയിൽ ഒളിച്ചു നിൽക്കുകയാണല്ലോ. അവൻ നോക്കുമ്പോൾ പുറത്തായിട്ടൊരു വോക്കി ടോക്കി കിടപ്പുണ്ട്. ആ വോക്കി ടോക്കിയിൽ നമ്മുടെ നേഴ്സ് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഹിരോമി ഇവിടെ ഒറ്റയ്ക്കാണ്. ഇവിടെ കുറെ അധികം സോംബികൾ വന്നിട്ട് എല്ലാവരെയും ആക്രമിച്ചു. എല്ലാവരും സോംബികളായിട്ട് മാറി. ആരെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷിക്കൂ. സുസുക്കി അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുസുക്കി
സുസുക്കിക്ക് പുറത്തോട്ടിറങ്ങി സംസാരിക്കണമെന്നുണ്ട്. എന്നാൽ നല്ല രീതിയിൽ പേടിയാവുകയാണ്. അവൻ ഓരോ കാര്യങ്ങളും മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. പുറത്തോട്ടിറങ്ങിയ സോംബി ആക്രമിക്കുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. എന്തായാലും അവൻ പുറത്തോട്ടിറങ്ങുന്നുണ്ട്. എന്നിട്ട് ചുറ്റും അങ്ങ് വെറുതെ വിട്ടാണ്. പക്ഷെ നോക്കുമ്പോൾ ഒരു സോംബികളെയും കാണുന്നില്ല. അവ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു വോക്കി ടോക്കി എടുത്തിട്ട് നേഴ്സിനോട് സംസാരിക്കും. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ രക്ഷിക്കാനായിട്ട് വരാം. നമ്മൾ ഈ ബിൽഡിങ്ങിലുണ്ട്, ഇങ്ങോട്ട് പറ്റുമെങ്കിൽ വരാനായിട്ട്. അത് പറഞ്ഞിട്ട് സുസുക്കി നിൽക്കുമ്പോഴായിരിക്കും ഒരു സോംബി വന്ന് അവനെ കടിക്കുന്നത്. അവന്റെ കയ്യിൽ കടിച്ച് പറിക്കാണ്. പക്ഷെ അവൻ എങ്ങനെയെങ്കിലൊക്കെ അതിനെ തല്ലി ദൂരോട്ട് തെറിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ കയ്യിൽ തോക്കില്ല. തോക്ക് അവന്മാർ കൈക്കലാക്കി. അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. പിന്നെ ഇപ്പൊ കടിച്ച അവന്റെ കൈ നോക്കുവാണെങ്കിൽ അവന്റെ കയ്യിൽ കടിയേറ്റിട്ടില്ല. കാരണം നേരത്തെ കൊടുത്ത കുറെ അധികം വാച്ചുകൾ എടുത്ത് കയ്യിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ രക്ഷപ്പെട്ടൊക്കെയാണ്. എന്തായാലും അവിടെ നിന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവൻ അവിടെ നിന്ന് ഓടുകയാണ്. കയ്യിലൊരു തോക്കുണ്ട്. പക്ഷെ അത് വെറും തോക്കാണ്. വെറും ഷോയ്ക്ക് കാണിക്കാന്നേ ഉള്ളൂ. അതിൽ നിന്ന് ഉണ്ടെന്നും പോകത്തില്ല. പോകുന്നത് തന്നെ റബ്ബർ ബുള്ളറ്റ് ആണ്. അത് സോംബികൾ കേൾക്കുന്നില്ല. എന്തായാലും അവൻ എങ്ങനെയെങ്കിലുമൊക്കെ ജീവനും കൊണ്ട് ഓടുന്ന നേരത്ത് അവിടെ നിന്ന് ഒരു ബാറ്റ് കിട്ടുന്നുണ്ട്. ഒരു സ്റ്റീൽ ബാറ്റ്. അതും എടുത്തിട്ട് ഓടും. ഇതേ നേരം തന്നെ നേഴ്സ് ആണെങ്കിൽ ഹിരോമിനെയും തോളത്തിട്ട് ആ ഒരു ബിൽഡിങ്ങിലോട്ട് ഓടി വരുന്നുണ്ട്. എന്നാൽ ആ ബിൽഡിങ്ങിൽ വന്ന് നോക്കുമ്പോൾ സുസുക്കിനെ കാണുന്നില്ല. പകരം വില്ലനെ കാണുന്നുണ്ട്. വില്ലന്റെ അടുത്തോട്ട് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് വില്ലന്റെ പിന്നാലെ ചെല്ലും. വില്ലൻ ആണെങ്കിൽ എവിടെ ഒരു കാർ ഒളിപ്പിച്ചിട്ടിട്ടുണ്ട്. ആ കാറിൽ കയറി രക്ഷപ്പെടാനായിട്ടാണ് പ്ലാൻ. കൂടെ തന്നെ നേഴ്സിനെയും ഹിരോമിനെയും കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ ഹിരോമിനെ കൊണ്ടുപോകുന്നതിൽ വില്ലന് വലിയ താല്പര്യമൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ഹിരോമി ഒരു സോംബിയാണ്. പക്ഷെ നേഴ്സ് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അവന്റെ പിന്നാലെ പോകുമ്പോൾ ഇവനാണെങ്കിൽ കിളി പാറി കണക്ക് അവിടെ വന്നങ്ങനെ നിപ്പുണ്ട്. ഇവന്റെ സ്വഭാവത്തിൽ എന്തൊക്കെ വ്യത്യാസം ഉള്ളതുപോലെ ഇവൻ പിച്ചും പേയൊക്കെ പറയാണ്. പെട്ടെന്നായിരിക്കും അവൻ ഒരു സോംബി ആയിട്ട് മാറുന്നത്. ഇവനെ എപ്പോഴും ഒരു സോംബി കടിച്ചു. ഇവൻ സോംബി ആയിട്ട് മാറിയ ഉടനെ അവളുടെ പിന്നാലെ കടിക്കാനായിട്ട് വരും. നേഴ്സ് വിടത്തില്ല. ഹിരോമിനെയും തോളത്തെടുത്തിട്ടിട്ട് അവിടെ ഓടാനായിട്ട് തുടങ്ങും. പക്ഷെ അവൻ അടുത്തടുത്ത് വരുന്നുണ്ട് കേട്ടോ. അവൾ അങ്ങനെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ദൂരെ നിന്നൊരു വിളി കേൾക്കുന്നത്. താഴെ കിടന്നോന്ന്. എത്രയും പെട്ടെന്ന് തന്നെ അവൾ കിടക്കാണ്. അത് മറ്റാരുമല്ല, സുസുക്കിയാണ്. സുസുക്കി പെട്ടെന്ന് തന്നെ അവന്റെ തോക്ക് എടുത്തിട്ട് ആ ഒരു വില്ലന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. വില്ലന്റെ തല ചിഹ്നം ഭിന്നായി പോവാണ്. ഇപ്പൊ തോക്ക് എവിടെ നിന്ന് കിട്ടിയെന്നല്ലേ? നേരത്തെ കുറേമാരെ ആക്രമിച്ചില്ലേ? അപ്പൊ വന്ന വഴിക്ക് എവിടെന്നോ കിട്ടിയതാണ് അവന്റെ തോക്ക്. അമ്മാരുടെ കയ്യിൽ നിന്ന് ഈ സോംബിയൊക്കെ വന്നപ്പോ പേടിച്ച് കളഞ്ഞുപോയി. അപ്പൊ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നിരിക്കുന്നതാണ്. എന്തായാലും ഇപ്പൊ അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഇവര് മൂന്നുപേരും കൂടെ അവിടെ നിന്ന് പോവാനായിട്ട് തുടങ്ങും. പോകുന്ന വഴിക്ക് എന്തോ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ മുടിയൻ എങ്ങോട്ട് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മുടെ സുസുക്കിനെ ചവിട്ടി കൂട്ടിയതാണ് കേട്ടോ. അവ ഇപ്പൊ അവരുടെ അടുത്തോട്ട് വന്നേക്കാണ്. എന്നിട്ട് സുസുക്കിയോട് പറയാണ്, നിങ്ങളാണ് ബോസ്, ഞാൻ ഇനി അടിമയാണെന്ന്. അതുകൊണ്ട് തന്നെ സുസുക്കി അവനെ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല. ഇവര് നാലുപേരും കൂടെ അവിടെ നിന്ന് പോവാണ് പുറത്തോട്ട് ഇറങ്ങി പോകാനായിട്ട്. എന്നാൽ പുറത്തോട്ട് എത്തുന്ന സ്ഥലത്തെത്തുമ്പോൾ അവിടെ നിന്ന്, അതായത് പുറത്തുനിന്ന് വാച്ച് കൊടുത്ത മനുഷ്യൻ ഓടി വരുന്നുണ്ട്. പിന്നാലെ തന്നെ വേറെ കുറെ സോംബികളും. ഇവരെത്രയും പെട്ടെന്ന് തന്നെ 5 പേരും കൂടെ അവിടെ നിന്ന് ഓടി വേറൊരു സ്ഥലത്ത് വരുമ്പോൾ ഓപ്പോസിറ്റ് വേറെ കുറെ സോംബികളും വരുന്നുണ്ട്. എല്ലാരും കൂടെ പേടിച്ചൊരു സ്ഥലത്ത് വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പാടില്ല. പക്ഷെ സുസുക്കിക്ക് വിട്ടുകൊടുക്കാനായിട്ട് മനസ്സ് വരുന്നില്ല. അവന്റെ കയ്യിൽ കുറെ അധികം ബുള്ളറ്റ് ഉണ്ട്. അവന്റെ പോക്കറ്റിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. ആ ഒരു ബുള്ളറ്റ് എടുത്ത് തോക്കിയിടും. എന്നിട്ട് ഓരോ സോംബികളെ ആയിട്ടും 2 സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരും വെറുതെ ഇരിക്കുന്നൊന്നുമില്ല കേട്ടോ. ഹിരോമിക്ക് മാത്രമേ വയ്യാതെ അവിടെ ഇരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ അവരുടെ കയ്യിലുള്ള കത്തിയും അതുപോലെ തന്നെ മറ്റേ കമ്പി വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഷൂട്ടറൊക്കെ ആയിട്ട് സോംബിക്ക് നേരെ പ്രതിരോധിച്ച് നിൽക്കുന്നുണ്ട്. ഓരോ സോംബികളായിട്ട് വെട്ടി വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഫൈറ്റിന്റെ ഇടയ്ക്ക് വാച്ച് കൊടുത്ത മനുഷ്യനില്ലേ, അയാൾ സോംബികളായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അയാളുടെ ഭാര്യ തന്നെ വന്ന് കടിക്കുന്നത്. ഭാര്യ കടിച്ചത് കൊണ്ട് തന്നെ ഭാര്യനെ ഒന്നും ചെയ്യാനായിട്ടും തോന്നുന്നില്ല. പക്ഷെ ഗതി കെട്ടിട്ട് അയാളുടെ കയ്യിലിരിക്കുന്ന ഒരു കമ്പിക്ക് ഭാര്യനെ കുത്തിക്കൊല്ലാണ്. എന്തായാലും കടിയേറ്റു. ഇനി ജീവിക്കത്തില്ല എന്ന് അങ്ങേർക്ക് മനസ്സിലായി. സ്വന്തം ഭാര്യനെയും കൊന്നുകളഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഒരു ഷൂട്ടർ എടുത്തിട്ട് ഇങ്ങേരുടെ വായിൽ തന്നെ അടിച്ചു കയറ്റി ഇങ്ങേര് ചാവുകയാണ്. അതുപോലെ തന്നെ വില്ലനില്ലേ, വില്ലനാണെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന നേരത്ത് അവനെയും കുറെ അധികം സോംബികൾ ഒന്ന് വളഞ്ഞിട്ട് അവനെയും കടിച്ച് ഇൻഫെക്റ്റഡ് ആക്കുന്നുണ്ട്. അതുമല്ല, അവനെ കുറെ അധികം സോംബികൾ വളഞ്ഞിട്ട് അവനെ ഇഞ്ചിഞ്ചായിട്ട് വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സുസുക്കിക്ക് കണ്ടു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. അവന്റെ കയ്യിലിരിക്കുന്ന തോക്ക് എടുത്തിട്ട് കൂട്ടം കൂടി നിൽക്കുന്ന സോംബികൾക്ക് നേരെ ഷൂട്ട് ചെയ്യും. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് തല പൊട്ടി വീഴുകയാണ്. ഇതിങ്ങനെ സ്പ്രെഡ് ആയിട്ട് ബുള്ളറ്റ് പോകും. അതുകൊണ്ട് തന്നെ കുറെ അധികം സോംബികൾ ചത്തു വീഴുന്നുണ്ട്. എന്തായാലും അവൻ വിട്ടുകൊടുക്കത്തില്ല. വീണ്ടും ബുള്ളറ്റ് റീലോഡ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഇതേ നേരം നേഴ്സ് എന്ത് ചെയ്യാന്ന് നോക്കിയാൽ കയ്യിലൊരു കത്തിയുണ്ട്. ആ കത്തി വെച്ച് എല്ലാ സോംബികളെയും കുത്തിക്കൊല്ലാണ്. പക്ഷെ ഒരു പരിധിയില്ലേ, നേഴ്സ് ക്ഷീണിച്ചു പോയിട്ടുണ്ട്. എന്തായാലും നേഴ്സും ആകെ ക്ഷീണിച്ച് അവിടെ വന്നിരിക്കുന്നുണ്ട്. ഇപ്പൊ സുസുക്കി മാത്രമാണ് അവന്റെ തോക്ക് വെച്ച് ഷൂട്ട് ചെയ്യുന്നത്. അതിന്റെ ഇടയിൽ വലിയൊരു മനുഷ്യൻ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. സുസുക്കി വിടത്തില്ല, തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാണ്. എന്നാൽ ആ വലിയ മനുഷ്യനാണെങ്കിൽ തല തെറിച്ചു പോയിട്ടും ഓടി വന്ന് സുസുക്കിയുടെ മുകളിലൂടെ വീഴും. ഇത് കാണുന്ന ബാക്കിയുള്ള സോംബികൾ വിടുവോ? ഒരു സോംബി ഓടി വന്ന് സുസുക്കിനെ കടിക്കാനായിട്ട് നോക്കുമെങ്കിലും സുസുക്കി എങ്ങനെയൊക്കെയോ തെറിച്ചു പോയി അവന്റെ തോക്കെടുത്തിട്ട് ആ ഒരു സോംബിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. എന്നിട്ട് ആ വലിയ മുതുക് സോംബിനെ തള്ളി മാറ്റിയതിനു ശേഷം അവിടെ നിൽക്കുന്ന എല്ലാ സോംബികളെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. അങ്ങനെ സമാധാനപ്പെട്ട് എല്ലാരും കൂടെ നിൽക്കുകയാണ്. എല്ലാ സോംബികളെയും കൊന്നതിന് ശേഷം ഹിരോമി, അതുപോലെ തന്നെ നേഴ്സ്, പിന്നെ സുസുക്കിയെ ബാക്കിയുള്ളൂ. അപ്പോഴായിരിക്കും മുകളിൽ നിന്നൊരു സോംബി വന്ന് വീഴുന്നത്. അത് മറ്റാരുമല്ല, അത്ലറ്റിക് സോംബിയാണ്. അവരുടെ സമാധാനം വീണ്ടും നഷ്ടപ്പെട്ടു. ആ അത്ലറ്റിക് സോംബി ആണെങ്കിൽ ഇവർക്ക് നേരെ അങ്ങനെ ഓടി വരാനായിട്ട് തുടങ്ങും. സുസുക്കി വിടത്തില്ല. അവന്റെ തോക്ക് എത്രയും പെട്ടെന്ന് തന്നെ റീലോഡ് ചെയ്തിട്ട് അതിന് നേരെ ഷൂട്ട് ചെയ്യാണ്. പക്ഷെ അതിന് കൊണ്ടെങ്കിലും അത് സാധാ സോംബിനെ പോലെ അല്ല. അതിന് ആരോഗ്യം കൂടുതലാണ്. വീണ്ടും സുസുക്കിനെ ആക്രമിക്കാൻ
പിടിക്കാനായിട്ട് വരും. സുസുക്കി വിടത്തില്ല, വീണ്ടും ഷൂട്ട് ചെയ്യാണ്. അതിന്റെ തല പൊട്ടിച്ചെതറിച്ച് കളയാണ് ഷൂട്ട് ചെയ്തിട്ട്. അങ്ങനെ അത് ചത്ത് താഴെ വീഴാണ്. പക്ഷേ അത് വീണ്ടും എണീക്കും. ഇത് കണ്ട് അവരുടെ കിളി ആകെ പാറും. ഇവർക്ക് നേരെ വീണ്ടും കടിക്കാനായിട്ട് വരാണ്. ഈ പ്രാവശ്യം സുസുക്കിക്ക് നേരെയല്ല, പകരം നേഴ്സിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഹിരോമിയുടെയും നേരെയാണ് ചെല്ലുന്നത്. പക്ഷേ സുസുക്കി വെറുതെ വിടത്തില്ല. സുസുക്കി അവന്റെ ഇരിക്കുന്ന തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അതിനകത്ത് ബുള്ളറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അവ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ആ തോക്ക് എടുത്തിട്ട് സോംബിയുടെ തല നോക്കി ഒറ്റ അടിയാണ്. തല ചിഹ്നം ഭിന്നായി പോകുന്നുണ്ട്. ആ സോംബി ചത്ത് വീഴാണ്. എന്തായാലും എല്ലാ സോംബികളെയും ഇവർ കൊന്നു കളഞ്ഞു. കുറേയധികം സോംബികൾ. ഇതിനെല്ലാം കാരണം നമ്മുടെ സുസുക്കിയാണ്. ഇത്രയധികം സോംബികളെ കൊന്നത് നമ്മുടെ സുസുക്കിയാണ്. സുസുക്കി ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. ഇതിനുശേഷം അവർ മൂന്നുപേരും കൂടെ ഒരു കാർ എടുത്തിട്ട് ആ ഒരു നാട്ടിൽ നിന്നേ പോവാണ്. ഇനി അവിടെ നിൽക്കുന്നത് തൊട്ട് സേഫ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ അവർ കുറേയധികം സോംബികളെ കൊന്നായിരുന്നു. വേണമെന്ന് വെച്ചാൽ ഇനിയും കൊല്ലായിരുന്നു. എന്നാൽ അവിടെ തന്നെ ബിൽഡിങ്ങിലായിട്ട് കുറേയധികം സോംബികളൊക്കെ നിപ്പുണ്ട്. അതുകൊണ്ടായിരിക്കണം അവർ അവിടെ നിന്ന് യാത്ര തിരിച്ചത് മലമുകളിലോട്ടായിരിക്കണം. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.